ഹായ്, അഡ്വാൻസ് സെർവറിൽ ഹാൻസോയ്ക്ക് പുതിയ അപ്ഡേറ്റ് വന്നത് നിങ്ങൾ അറിഞ്ഞോ? ഏറെ വൈകാതെ തന്നെ നമ്മളുടെ മൊബൈൽ ഏജൻസിലേക്കും ഈ അപ്ഡേറ്റ് വരുന്നതാണ്. ഹാൻസോന്റെ മെയിൻ പ്രോബ്ലമാണ് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഹാൻസോന്റെ അൾട്ടിമേറ്റ് അധിക നേരം നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ ഹാൻസോ എനിമിനെയോ ടർട്ടിലിനെയോ ലോഡിനെയോ ഹിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഹിറ്റിനും 45 എനർജി വെച്ച് കൂടുന്നതാണ്. ഇത് ഹാൻസോക്ക് വളരെ മികച്ചൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ലോഡ് ആൻഡ് ടർട്ടിലിന് വേണ്ടി ഹാൻസോന്റെ അൾട്ടിമേറ്റിൽ തന്നെ നമുക്ക് ഏറെ നേരം ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് അഡ്വാൻസ് സെർവർ ഒന്നുമല്ല, നമ്മുടെ നോർമൽ മൊബൈൽ ലെജൻഡ്സ് ആണ്. കുറെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഇപ്പോഴാണ് ഹാൻസോ എടുത്ത് കളിക്കുന്നത്. ഹാൻസോ ആയാൽ ഞാൻ ആദ്യം ചെയ്യാറുള്ളത് എനിമിയുടെ ബഫ് സ്റ്റീൽ ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇവിടെ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇവിടെ എന്തായാലും ഇപ്പൊ എനിമി ഇല്ല, അതുകൊണ്ട് തന്നെ സ്റ്റീലിംഗ് സക്സസ്ഫുൾ ആണ്. രണ്ടും എടുക്കാൻ നിൽക്കരുത്, വലുത് മാത്രം എടുത്തിട്ട് വേഗം രക്ഷപ്പെടാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫാമിങ്ങിൽ എനിമി നമ്മളെക്കാളും പുറകിലായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ 2 ബഫും സെക്യൂർ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ എനിമി വന്ന് അത് എടുത്തിട്ട് പോകും. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ ക്രീപ്സിനും ഇതുപോലെ എടുക്കുന്നുണ്ട്. എല്ലാവരും എടുക്കുന്ന ഓർഡർ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് സാധാരണയായി എടുക്കാറ്. ഇവിടെ കണ്ടോ, എൻ്റെ നെറ്റിന് എന്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വേണം കളിക്കാനായിട്ട്. കണ്ടോ, നമ്മൾ ക്രീപ്സ് ഈ ഓർഡറിൽ എടുത്തത് കൊണ്ട് നമ്മുടെ സ്കെയിൽ ടൈമിംഗ് കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ അൾട്ടിമേറ്റ് കിട്ടിയാൽ നമ്മൾ ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യരുത്. എല്ലാ സ്പീഷീസിനും തേടി പിടിച്ച് ഹണ്ട് ചെയ്യണം. ഇവിടെ മിസ്സായിട്ടുണ്ട്, എന്നാലും സാരമില്ല. ഇനി എന്തായാലും ഇപ്പൊ ടർട്ടിൽ വരും, നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ടർട്ടിൽ വന്നിട്ടുണ്ട്, നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സ്കിൽ 1 കൂൾ ഡൗണിലാണ്, പക്ഷെ സാരമില്ല, നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. വെയിറ്റ്, ഇവിടെ ബെഡാങ് ഉണ്ട്, നമുക്ക് അവനെ എടുക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. അപ്പോൾ അത് സക്സസ്ഫുള്ളായി എടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ റെട്രിബ്യൂഷൻ ഇല്ല, അത് വരുന്ന വരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വരാറായിട്ടുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിയുമ്പോഴേക്കും വരും. എന്താണെന്നറിയില്ല, ഇവിടെ എനിമി ജംഗ്ലറിനെ കാണാനില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ടർട്ടിലെടുക്കാൻ പറ്റി. ഇവിടെ അവൻ്റെ ക്രീപ്പ് മാത്രമേ ഉള്ളൂ, അവനെ കാണാനില്ല കേട്ടോ. വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ക്രീപ്പ് എടുത്തിട്ട് പോവാം. താഴെ ബെഡാനുണ്ട്, ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം പോവാൻ. ഇതെന്താ, നമ്മളുടെ ടീമിലെ താമസ് AFK ആണ് കേട്ടോ. ഒന്നില്ലേ നമ്മൾക്ക് ഇപ്പോൾ വേണേൽ സറണ്ടർ ചെയ്യാൻ പറ്റും. നമ്മൾ സറണ്ടർ ചെയ്യണില്ല, കളിക്കാൻ നോക്കാം. ഒപ്സിഡേ കിട്ടുമെന്ന് നോക്കാം. കിട്ടിയിട്ടുണ്ട്. ഹാൻഡ്സോ ആണെങ്കിൽ നമ്മൾക്ക് ജംഗിൾ ഫാം എല്ലാം ഈസിയായി ചെയ്യാൻ പറ്റും. ഇതിനു മുന്നേ ഹാൻഡ്സോക്ക് ഇതിലും സ്പീഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ലാസ്റ്റ് അപ്ഡേറ്റിൽ ഹാൻഡ്സോനെ നെർഫ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഹാൻഡ്സോ കുറച്ച് സ്ലോ ആയത്. ഞാനതുപോലെ ജംഗ്ലർ ആണെങ്കിൽ ടർട്ടൊക്കെ പൊട്ടിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാറുണ്ട് കേട്ടോ. സാധാരണ ജംഗ്ലേഴ്സ് ആയിരിക്കുന്നവർ അങ്ങനെ ഹെൽപ്പ് ചെയ്യണത് കാണാറില്ല. അവർ മാക്സിമം കിൽസിന് പുറകെ ആയിരിക്കും. ദേ ഇവിടെ നമ്മളെല്ലാവരും കൂടെ സറൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒക്സിഡേ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ശരിക്കും മാർക്ക് ചെയ്യേണ്ടത് ആമണ്ണയായിരുന്നു. ദേ ഇവിടെ വീണ്ടും എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മിക്ക മാച്ചിലും ഡെഡ് ആവുന്നതിൻ്റെ കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടെ വൈഫൈ ഓഫാക്കിയിട്ട് ഓണാക്കിയപ്പോൾ ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് നമ്മളെ ചതിച്ചിട്ടില്ല, ഡെഡ് ആയിട്ടില്ല. നമ്മളുടെ വൈഫൈ വീണ്ടും എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഞാൻ വേഗം എൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് കണക്ട് ചെയ്തു. ഇവിടെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്, നമുക്ക് വേഗം ഫൈറ്റ് ചെയ്തു. ഈസ്റ്റസ് ആണ് മെയിൻ പ്രോബ്ലം. നമുക്ക് ആദ്യം അവനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അവൻ ജസ്റ്റ് മിസ്സായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒപ്സിഡേ കിട്ടി. ഹാൻഡ്സ് ഉപയോഗിച്ച് കളിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ രക്ഷപ്പെടാനുള്ള വഴികളും നോക്കി വെച്ചു. പിന്നെ അൾട്ടിമേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സേഫായിട്ടുള്ളൊരു സ്ഥലത്താണെന്ന് ഉറപ്പ് വരുത്തണം. അവരുടെ ആമൻ ടർട്ടിൽ ഫൈറ്റിന് വരുന്നില്ലെങ്കിൽ കൂടി നല്ലോണം വീക്കായി അവരെ തേടി പിടിച്ച് കൊല്ലുന്നുണ്ട് കേട്ടോ.
അവരുടെ ടീം ടർട്ടിലെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമുക്ക് വേഗം സെക്യൂർ ചെയ്തിട്ട് അവരുടെ 1-2 പേരെ കൊല്ലാം. ഇത് കണ്ടോ, ഈസ്റ്റസ് ഉള്ളത് കൊണ്ടാണ് അവരെ നേരെ കില്ല് ചെയ്യാൻ പറ്റുക. എന്തായാലും അവനുള്ള സീ ഹാൽബേർഡ് ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വട്ടം അവൻ മിസ്സായിട്ടില്ല. നമ്മളവനെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഭയങ്കര പ്രോബ്ലമാണ്. എൻ്റെ എനർജി ഡേ ഇപ്പം കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം. അപ്പോൾ ശരിക്കും ഇവിടെയാണ് പുതിയ അപ്ഡേറ്റ് ഹാൻഡ്സോന് ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എനർജി കൂടിക്കൊണ്ടിരിക്കും. ദേ ആമൻ നമ്മളെ ചേസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അവൻ എങ്ങനെയും നമ്മളെ ഫിനിഷ് ചെയ്യാൻ നോക്കുകയാണ്. എൻ്റെ അൾട്ടിമേറ്റ് വന്നു, പക്ഷെ ദേ അവൻ എന്താ മിസ്സായി. പക്ഷെ അത് കുഴപ്പമില്ല, ഇനിയും ചാൻസ് കിട്ടും. അപ്പം നമുക്ക് അവനെ പിടിക്കാം. ബെഡാങ് മിഡ് ലൈനിലുണ്ട്, നമുക്ക് അവനെ ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. എൻ്റെ ബോളിൻ്റെ അടുത്ത് ആമൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, ഡെഡായി. അപ്പോൾ അതേ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. മിഡ് ലൈനിൽ ഫൈറ്റ് എടുക്കാം. അവരുടെ ആമോൺ ഞങ്ങളുടെ ടീമിലെ താമോസിനെ കുറേ ആയി കൊല്ലുന്നുണ്ട് കേട്ടോ. താമോസ് AFK ആണ്, അതാണ് മെയിൻ റീസൺ. ഇത് ലോഡിൻ്റെ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഈസ്റ്റസിനെ പൊക്കാൻ നോക്കാം. നമ്മൾ ഈസ്റ്റസിനെ ആദ്യം അടിച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ അടിക്കാൻ. ഞാനൊന്നും അങ്ങനെയാണ് ചെയ്യാറ്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ അവനെയും കൊല്ലാൻ പറ്റില്ല, ബാക്കിയുള്ളവരെയും കൊല്ലാൻ പറ്റാത്ത അവസ്ഥയാവും. ഈസ്റ്റസിൻ്റെ ഹീലിംഗ് പവർ ഭയങ്കര കൂടുതലാണ്. 1 സെക്കൻഡ് കൊണ്ട് തന്നെ ഫുൾ HP ആൾക്ക് റീസ്റ്റോർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓപ്പോസിറ്റ് ടീമിൽ ഹീലിംഗ് പവേഴ്സ് ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആൻറ്റി ഹീൽ ബിൽഡ് ചെയ്യണം. ഞാൻ പല ടീമിലും കളിക്കുമ്പോൾ അവർ ബിൽഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ മാച്ച് ലോസ് ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ ക്ലിൻഡ് ഹാൻഡ്സോൻ്റെ പർപ്പിൾ ബഫ് എടുക്കാൻ നോക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ടീമിൽ ഒരു ഹാൻഡ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം പർപ്പിൾ ബഫ് ഹാൻഡ്സോൻ്റെ കോർ ബഫാണ്. അതുണ്ടെങ്കിലേ ഹാൻഡ്സോയ്ക്ക് ഫൈറ്റിൽ കൂടുതൽ നേരം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈസ്റ്റസ് ഉണ്ട്, ഞാൻ അവനെ കാണുമ്പോഴൊക്കെ ഡിലീറ്റ് ആക്കി വിടുന്നുണ്ട്. അവിടെ ഒബ്സിഡിയ പോകുന്നുണ്ട്, നമുക്ക് അവളെ കിട്ടുന്നു. അവിടെ ആമൻ പിന്നെ എന്നെ കൊന്നിട്ടുണ്ട്. എൻ്റെ ടീംമേറ്റ്സ് എല്ലാം അടുത്തുണ്ടെങ്കിലും ആർക്കും ഒരു മാപ്പ് സെൻസ് ഇല്ല. ഞാൻ വെറുതെ ഒരു റോസ് ഗോൾഡ് മീറ്റിയോർ ബിൽഡ് ചെയ്യുന്നുണ്ട് അവനെതിരായിട്ട്. ടീംമേറ്റ്സ് ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ അത് ബിൽഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ ലോഡിൻ്റെ അടുത്ത് ഗ്യാദർ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിമി ടീമാണ് ആദ്യം. ലോഡ് എന്തായാലും എന്തോ ഒരു ഭാഗ്യത്തിന് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ദേ അവിടെ ബഡാങ് ഒറ്റയ്ക്ക് നമ്മുടെ ബേസിനടുത്ത് പുഷ് ചെയ്ത് എത്തിയിട്ടുണ്ട്. നമ്മളുടെ അശ്രദ്ധ കാരണം ഇങ്ങനെ മാച്ച് പലപ്പോഴും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫൈറ്റർ ഹനാബി ഗെയിം പ്ലേയിൽ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇതേ താമോസ് ആവശ്യമില്ലാണ്ട് വീണ്ടും പുഷ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അവൻ ബോട്ടാണോ അതോ ശരിക്കുള്ള പ്ലെയർ ആണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവൻ ഇടയ്ക്ക് മെസ്സേജ് വായിക്കുന്നുണ്ട്. ആമെന്ന മാപ്പിലൊന്നും കാണാനില്ല കേട്ടോ. അവൻ എവിടെയൊന്നും മനസ്സിലാവുന്നില്ല. മാച്ച് ഇപ്പോൾ ലേറ്റ് ഗെയിം ആയിട്ടുണ്ട്. എനിമീസ് നല്ല സ്ട്രോങ്ങും ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ടീം ഇപ്പോഴും മാച്ച് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേ സ്ട്രെങ്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് മുകളിൽ അവരുടെ ടർട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി വിന്നിങ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ദേ ഇവിടെ ആമൺ എല്ലാവരെയും ചേസ് ചെയ്ത് ഹണ്ട് ചെയ്യുന്നുണ്ട്. ഇതേ താമസ് പിന്നെ ആവശ്യമില്ലാതെ ഡെഡ് ആയിട്ടുണ്ട്. എൻ്റെ ബ്ലൂ ബഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നേരെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല.
ഇവിടെ ഞാൻ ശരിക്കും ഡെഡ് ആവില്ലായിരുന്നു, അവനൊന്ന് പേടിപ്പിക്കാലോ കൊണ്ട് പോയതാണ്, പക്ഷെ ഡെഡായി. ഈ കളി മിക്കവാറും ഞങ്ങൾ പൊട്ടുന്നു തോന്നുന്നുണ്ട്. അതിനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ആൻറ്റി ഹീൽ ഐറ്റംസ്. നിങ്ങൾ തന്നെ നോക്കൂ, എൻ്റെ ടീമിൽ എത്രണ്ണം ഉണ്ട്, അവരുടെ ടീമിൽ എത്രണ്ണം ഉണ്ടെന്ന്. ഒരാൾ മാത്രം ആൻറ്റി ഹീൽ വാങ്ങിയിട്ട് ഒരു കാര്യമില്ല, ആ ടീമിൽ എല്ലാവരും വാങ്ങണം. ഇവിടെ നമ്മൾ ആമണിനെ പൊട്ടിച്ചിട്ടുണ്ട്. താഴെ ഇനി ഇതിൽ 3 പേരുണ്ട്, അവരെയും പൊട്ടിക്കാൻ നോക്കാം. ഇവിടെ ഫൈറ്റ് നമ്മൾ എൻഗേജ് ചെയ്ത മിസ്റ്റേക്കിൽ നമ്മൾ ഡെഡ് ആയിട്ടുണ്ട്. ടീം കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അവരെ കണ്ടോ, നല്ല ടീം കോർഡിനേഷൻ ആയിട്ടാണ് കളിക്കുന്നത്. ഇവിടെ ആകെ മൊത്തത്തിൽ ഞാൻ ട്രാപ്പാണ്. ഗോഡ് അൾട്ടിമേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ ആരുടെ കയ്യിൽ പെട്ടാലും ഞാൻ ഡെഡായി പോകും. ഇവിടെ നിന്നിട്ട് റീകോൾ അടിക്കാന്ന് വിചാരിച്ചതാണ്, അപ്പോഴേക്കും ബഡാങ് വന്നു. ഇവിടെ ആമണും ഉണ്ട്, നമുക്കാണെങ്കിൽ ലൈഫും ഇല്ല, എന്തായാലും പെട്ടു. ഞാൻ ഡെഡായ സമയത്ത് അവർ ലോഡ് എടുത്തു കേട്ടോ, അവരുടെ ലോഡ് വരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ഓരോരുത്തരെയായിട്ട് ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവിടെ, പക്ഷെ പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല. ലോഡിനെ തീർത്തിട്ടുണ്ട്. നമ്മളിപ്പം തന്നെ അവരുടെ ഓരോരുത്തരെയായിട്ട് എടുക്കാൻ നോക്കണം, എന്നാലേ കളി ജയിക്കാൻ പറ്റുള്ളൂ. ആദ്യമേ തന്നെ നമുക്ക് ഗോഡിന് തുടങ്ങാം. അവനെ കിട്ടിയിട്ടുണ്ട്, ഈസ്റ്റേഴ്സിനെ കൂടി കിട്ടുമോ നോക്കാം. അവരുടെ ടീമിൽ ഒക്സിഡിയൻ കൂടുതൽ കില്ലെടുക്കുന്നുണ്ട്. ആമണിയും തീർത്തിട്ടുണ്ട്, ഇനി ആകെ 2 പേരേ ഉള്ളൂ ബാക്കി. ഈസ്റ്റേഴ്സിനെ ഇപ്പം എന്തായാലും കിട്ടും. ഇവിടെയാണ് ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തത്. ഇവിടെ കണ്ടോ, ഞാൻ യൂസ് ചെയ്ത സ്കിൽ പൊസിഷൻ കറക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കൊല്ലാനും പറ്റിയില്ല, അവൾ എന്നെ ഈസിയായി കൊല്ലുകയും ചെയ്തു. അടുത്ത മണ്ടത്തരം താമൂസാണ് കാണിക്കുന്നത്. അവർ ഇത്രയും പേര് അവിടെ ഉള്ളപ്പോൾ ലോഡിൻ്റെ ഇടയ്ക്ക് അവൻ എത്തിച്ചു. അവൻ ഡെഡാവുകയും ചെയ്തു, അവർ ലോഡ് ഇടും. ഇവിടെ ഞാൻ വന്നു, പക്ഷെ കാര്യമില്ല, ഫ്രണ്ട് എൻഡിൽ ആളില്ലാത്തതുകൊണ്ട് കളി തിരിച്ചു പോയി. ഇവിടെ കണ്ടോ, നമ്മൾ മാക്സിമം കളിക്കാൻ നോക്കി, പക്ഷെ ജയിക്കാൻ പറ്റിയില്ല. മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങളുടെ ടീമിൽ ആകെ 2 ആൻറ്റി ഹീലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കളിയിൽ ഇതുപോലെ ഹീലിംഗ് എനിമിയാണ് വരുന്നതെങ്കിൽ ആദ്യമേ തന്നെ ആൻറ്റി ഹീല് ബിൽഡ് ചെയ്യുക. ഒരിക്കലും ടീമിൽ ഒരാളുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ബിൽഡ് ചെയ്യാതെ ഇരിക്കരുത്. അപ്പം ഞാൻ എന്തായാലും തോൽവി സമ്മതിച്ചിട്ടില്ല. ഒരു കളിയും കൂടി പോയി നോക്കാം. ഈ കളിയിൽ നമ്മൾ ഹാൻഡ്സോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ കളിയിൽ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഞാൻ ബേസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റീൽ ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഫാം ചെയ്ത് വേഗം ഫിനിഷ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഓർഡറിലാണ് ഇപ്രാവശ്യം ഫാം ചെയ്യുന്നത്. ഇപ്പോൾ 4 ആവും, നമുക്ക് വേഗം ഒരാളെ പോയി ഹണ്ട് ചെയ്യാം. ഇവിടെ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ ഇച്ചിരി തീർന്നു പോയി. ടർട്ടിൽ വന്നിട്ടുണ്ട്, അതെടുക്കണ മുന്നേ ഞാൻ ഈ ഓറഞ്ച് ബക്ക് എടുക്കുന്നുണ്ട്. തൊട്ടടുത്ത എസ്മറാളുടെ ഒരുപാട് കേരി വരുന്നുണ്ട്, നമുക്ക് അവളെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എടുത്തിട്ടുണ്ട്. നമുക്ക് സമയം കളയാനില്ല, വേഗം ഫാം ചെയ്ത് കളി തീർക്കാൻ നോക്കാം. നമ്മൾ ടർച്ച് എടുത്തിട്ടുണ്ട്, വേഗം അടുത്ത ഇരയെ കിട്ടുമെന്ന് നോക്കാം. യുഡോറ എടുക്കാം. മിസ്സായി, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അറ്റ്ലസിനെ കിട്ടും. വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ വേഗം കട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ യുഡോറ എന്തായാലും ഇപ്പം കിട്ടും. കഴിഞ്ഞ മാച്ചിൽ ഒരു ടിപ്പ് പറയാൻ മറന്നുപോയി.
ഹാൻഡ്സോ വെച്ച് കളിക്കുമ്പോൾ ഞാൻ ആദ്യം ബിൽഡ് ചെയ്യുന്നത് ഗോൾഡൻ സ്റ്റാഫ് ആണ് കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ സ്റ്റാക്ക് 5-ൽ നിന്ന് 3 കുറയും. അതായത് നമ്മൾ എനിമീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ മേലെ സ്റ്റാക്ക് വീഴുന്നതായി കാണാൻ പറ്റും. ഇത് 5 ആയാൽ മാത്രമേ ഫസ്റ്റ് സ്കില്ല് നമുക്ക് അവരുടെ മേലെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോൾഡൻ സ്റ്റാഫ് ഉപയോഗിക്കുന്നത് വഴി ഒരു ബേസിക് അറ്റാക്ക് 2 കൗണ്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ 3 അറ്റാക്ക് കൊണ്ട് 5 സ്റ്റാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾക്ക് ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിവിടുന്ന് നേരെ താഴോട്ട് പോവുകയാണ്. മിഡ് ലൈനിൽ നല്ല ഫൈറ്റാണ്. അപ്പം അതേ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഗോൾഡൻ സ്റ്റാഫ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേഗം തന്നെ ഓരോരുത്തരെ ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വേഗം തന്നെ ടർട്ടിലെടുക്കാൻ നോക്കാം. നമ്മൾ ടർട്ടിലെടുത്തിട്ടുണ്ട്. താഴെ എസ്മറാൾഡ ഉണ്ട്, അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോരുത്തരെ വേഗം കൊല്ലുക എന്നുണ്ടെങ്കിൽ കളി വേഗത്തിൽ തന്നെ എൻഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ വേഗം കളി തീർക്കാനാണ് കേട്ടോ നോക്കുന്നത്. കഴിഞ്ഞ കളിയിലെ മിസ്റ്റേക്ക് നമ്മൾ ഇവിടെയും ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കണം. പുതിയ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ അൾട്ടിമേറ്റ് ഫോമിൽ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്ത് ലോഡിനെയൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാൻ ടാർഗറ്റ് ചെയ്തത് അറ്റ്ലസിനെ ആയിരുന്നു, പക്ഷെ പ്രതീക്ഷിക്കാതെ എക്സിനെ കിട്ടി. കഴിഞ്ഞ കളിയിലെ പോലെ നമുക്ക് സ്ലോ ആവുന്നില്ല. നമുക്ക് മാക്സിമം എല്ലാവരും തീർത്ത് പെട്ടെന്ന് തന്നെ കളി തീർക്കാം. ഇപ്പം എൻ്റെ നെറ്റ്വർക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര ലാഗ്. അതുകൊണ്ട് ഇപ്പം ലോഡ് എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ലോഡ് പോകും. ഇത് കണ്ടോ, ഞാൻ സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും വരുന്നില്ല.
ഇതേ കണ്ടോ, ഞാൻ സ്കില്ല് നിൽക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും വരുന്നില്ല. എൻ്റെ MS കണ്ടോ? ഞാൻ എന്തായാലും ഇപ്പോൾ ലോഡ് എടുത്ത് കളി എൻഡ് ചെയ്യാൻ നോക്കുകയാണ്. ഇനിയും നിന്നാൽ ചിലപ്പോൾ കളി നീണ്ടു പോകും. ഇതേ അപ്പോഴേക്കും എല്ലാ എനിമീസും കൂടെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഈ വട്ടം ലോഡിനെ എന്തായാലും വിടാനുള്ള ഉദ്ദേശമില്ല, എന്തായാലും എടുത്തിരിക്കും ലോഡിനെ. അപ്പോൾ ഇത് എന്തായാലും ലോഡ് വന്നു, എല്ലാം പൊട്ടിച്ച് അവിടെ ബേസ് നേർത്തിട്ടുണ്ട്. നമ്മളിവിടെ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഞാൻ ഹാൻഡ്സോ യൂസ് ചെയ്ത് കളിക്കാറ്. എപ്പോഴും സ്റ്റാർട്ടിംഗ് ആണ് ഹാൻഡ്സോക്ക് ഇമ്പോർട്ടൻറ്റ്. സ്റ്റാർട്ടിങ് പിഴയ്ക്കുകയാണെങ്കിൽ കളി മൊത്തത്തിൽ മാറി. നിങ്ങൾ കളിക്കുകയാണെങ്കിൽ സൂക്ഷിച്ച മാപ്പ് അവെയർ ആയിട്ട് മാത്രം കളിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.